സ്വാതന്ത്ര്യത്തിന് ശേഷവും തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിയമങ്ങളുടെ പശ്ചാത്തലം നീണ്ടുനിന്ന തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങൾ തന്നെയാണ്. ഇങ്ങനെ നേടിയെടുത്ത 29 നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് റദ്ദു ചെയ്തു. അതിൻ്റെ തുടർച്ചയായാണ് 4 ലേബർ കോഡുകൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ അവർ സന്നദ്ധമായിട്ടുള്ളത്. അതിൻ്റെ നാനാവശങ്ങളാണ് ഇവിടെ വിശദീകരിച്ചത്. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. ഇന്ന് തൊഴിലാളികൾ പൊതുവെ 8 മണിക്കൂർ ജോലി വ്യവസ്ഥ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. യന്ത്രവൽക്കരണത്തിൻ്റെ ഒരു യുഗമാണിത്. ആധുനികവൽക്കരണത്തിൻ്റെ കാലമാണിത്. നിരവധി ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിച്ച കാലമാണിത്. അത്തരമൊരു കാലത്ത് ഈ പരീക്ഷണങ്ങളും വിജയങ്ങളും എല്ലാം ഗവേഷണങ്ങളും എല്ലാം തൊഴിലാളികളുടെ അധ്വാന ഭാരം എങ്ങനെ കുറയ്ക്കാം, അതിനു കൂടി ഉപയോഗിക്കത്തക്ക നിലയിൽ നടപ്പിലാക്കേണ്ടതാണ്. ഈ സാഹചര്യം തൊഴിലാളികളുടെ അധ്വാന ഭാരം വർദ്ധിപ്പിക്കാൻ, തൊഴിലാളികളുടെ അധ്വാന സമയം കൂട്ടാൻ മുതലാളിത്ത ശക്തികൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം മുന്നോട്ട് വെക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാത്രമാണ്. ലേബർ കോഡ് നടപ്പിലായാൽ 8 മണിക്കൂർ ജോലി വ്യവസ്ഥ നിലനിൽക്കില്ലല്ലോ. 8 മണിക്കൂർ ജോലി വ്യവസ്ഥ നേടുന്നതിനൊരു ചരിത്രമുണ്ട്. അത് 1886 അമേരിക്കയിലെ ചിക്കാഗോ കേന്ദ്രമായി നടത്തിയ തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റമാണ്. തൊഴിലാളി പ്രവർത്തകർ, ആ സമരത്തെ നയിച്ച ട്രേഡ് യൂണിയൻ നേതാക്കൾ, അവരെല്ലാം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തൊഴിലാളി വർഗം 8 മണിക്കൂർ ജോലി വ്യവസ്ഥ നേടി. ആ നേട്ടം കൈവരിക്കുന്നതിന്റെ പിറകിലുള്ള ചരിത്രം നമ്മുടെ സഖാക്കൾ, നമ്മുടെ നേതാക്കന്മാർ, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, അവർ ജീവൻ കൊടുത്തിട്ടാണ് 8 മണിക്കൂർ ജോലി വ്യവസ്ഥ നേടിയെടുത്തത്. അതാണ് ഇന്ന് 14 മണിക്കൂറിലേക്ക് മാറ്റി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചത്. ഇത് അപകടകരമാണ്. ഈ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരായി നടന്ന 2024 നടന്ന സമരത്തിൽ 2025 നടന്ന സമരത്തിൽ 25 കോടിയിൽ പരം തൊഴിലാളികൾ പങ്കെടുത്തു. ഈ സമരത്തിൽ 25 കോടിയും കടക്കും എന്നതാണ് രാജ്യത്തിന്റെ സ്ഥിതി. കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, അവരെല്ലാം അഖിലേന്ത്യാ തലത്തിൽ ഒന്നിച്ച് സമരത്തോടൊപ്പമുണ്ട്. രാജ്യമാകെ നേരിടുന്ന
അതിഗുരുതരമായ സാഹചര്യമാണ് ഈ ഐക്യപ്രസ്ഥാനം രൂപപ്പെടുന്നതിലേക്ക് എത്തിയത്. കൂലി ഇന്ന് കേരളത്തിലെ തൊഴിലാളികൾക്ക് അറിയാമല്ലോ, 87 മേഖലകളിൽ ഈ കേരളത്തിൽ ഇന്ന് മിനിമം കൂലിയുണ്ട്. ആ ഒരൊറ്റ മിനിമം കൂലിയും ഈ ലേബർ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞാൽ നിലനിൽക്കില്ല.